ഈ ലാസ്റ്റ് ഡിസംബറിലെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് 2024 വെറും 66 പേർക്ക് 66% അവർക്ക് മാത്രമാണ് എക്കണോമിക്സിൽ JRF ജനറൽ കാറ്റഗറി കിട്ടിയത്. ഈ 66 പേരിൽ UGCയുടെ കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 68.66 ആയിരുന്നു. അനെറ്റിന്റെ അച്ചീവ്മെന്റ് അവിടെ 214 ആണ്. 214 മാർക്ക് നേടിയിട്ടുണ്ട്. ഇത് മുഴുവൻ ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റാണ്. ഓക്കെ, ഈ വന്നിരിക്കുന്ന എല്ലാ ബുക്സിലും നമുക്ക് ഇവിടുന്ന് ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസ് എത്ര പേര്, ഏതൊക്കെ സബ്ജക്റ്റ്, അതിലെന്തൊക്കെയാണ് അവരുടെ സ്കോർ, ഈ പറഞ്ഞ രീതിയിലേക്ക് വളരെ ക്രെഡിബിളായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ആങ്സൈറ്റിയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു സെൽഫ് ഡൗട്ട് എന്നോട് എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുമ്പോൾ വിളിച്ച് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോടെല്ലാവരോടും ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, ദിസ് ഈസ് പ്രോസസ് വേഴ്സസ് റിസൾട്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ്. ഹായ്, വീണ്ടും ഒരു റിസൾട്ട് അപ്ഡേഷനും എക്കണോമിക്സിൻ്റെ JRF അച്ചീവ്മെൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഓരോ പ്രാവശ്യം റിസൾട്ട് വരുമ്പോഴും ഞാനിവിടെ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. ആപ്പിൾബി ഒരു ക്രെഡിബിൾ ഫോമിലാണ് നമ്മളെപ്പോഴും നമ്മുടെ റിസൾട്ട് നമ്മളവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഇരിക്കുന്ന മുഴുവൻ ഇവിടുത്തെ ലൈബ്രറിയിലെ സ്റ്റുഡൻസിൻ്റെ ബുക്സ് റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഇത് മുഴുവൻ ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റാണ്. ഓക്കെ, ഈ വന്നിരിക്കുന്ന എല്ലാ ബുക്സിലും നമുക്ക് ഇവിടുന്ന് ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസ് എത്ര പേര്, ഏതൊക്കെ സബ്ജക്റ്റ്, അതിലെന്തൊക്കെയാണ് അവരുടെ സ്കോർ, ഈ പറഞ്ഞ രീതിയിലേക്ക് വളരെ ക്രെഡിബിളായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ലാസ്റ്റ് ടൈമിൽ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ റിസൾട്ട് നമ്മൾ ഒരിക്കലും ഒരു അബ്സലൂട്ട് നമ്പേഴ്സ് പറയുന്ന ഒരു ഫോർമാറ്റ് നമുക്കില്ല. കറക്റ്റായിട്ട് ഇന്ന കുട്ടികൾ ഇന്ന സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, അവരുടെ അച്ചീവ്മെൻറ്റ് ഇതാണ്, അവരുടെ മാർക്ക് ലിസ്റ്റ് ഇതാണ്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് പബ്ലിക് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഒരു ടൈം കൺസ്ട്രെയിൻ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ ഇപ്പം ബാച്ചുകളൊക്കെ ഔട്ടായിട്ട് പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കൂടുതലായിട്ട് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് റോൾ മോഡൽസ് ഇവിടെയുണ്ട്, ഇവരെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുക. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് അനെറ്റാണ്. ലാസ്റ്റ് എക്സാമിൽ എക്കണോമിക്സിൽ JRFോടുകൂടി ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻ്റ് ആണെന്നുള്ളതാണ്. നമുക്കത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു, റിസൾട്ട് അൾട്ടിമേറ്റ്ലി എങ്ങനെയാണ് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും, മാർക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, സോ കഴിഞ്ഞ വരദയുടെ വീഡിയോ എക്കണോമിക്സിൽ JRF ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ജനറൽ കാറ്റഗറിയിൽ ഈ ലാസ്റ്റ് ഡിസംബറിലെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് 2024 വെറും 66 പേർക്ക് 66% അവർക്ക് മാത്രമാണ് എക്കണോമിക്സിൽ JRF ജനറൽ കാറ്റഗറി കിട്ടിയത്. UGCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ JRF അലോക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് 66 ആണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ആവറേജ് ഒക്കെ എത്ര വരും നിങ്ങൾ എടുത്ത് നോക്കുക. ഒരു 28 പ്ലസ് UTs ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും സ്റ്റേറ്റ് ആവറേജ് എത്ര വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ അവിടെ തിങ്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഈ 66 പേരിൽ UGCയുടെ കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 68.66 ആയിരുന്നു. 206 106 ആയിരുന്നു ഇൻ ടേംസ് ഓഫ് മാർക്കിൽ നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, അനെറ്റിന്റെ അച്ചീവ്മെന്റ് അവിടെ 214 ആണ്. 214 മാർക്ക് നേടിയിട്ടുണ്ട്. 71.33% മാർക്ക് നേടിയിട്ടുണ്ട്. പെർസെൻറ്റേജിൽ ആണെന്നുണ്ടെങ്കിൽ 99.931 ആണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം നമ്മൾ ഈ ഒരു സീരീസ് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേനും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ അപർണ, അത് നിങ്ങളുടെ വീഡിയോ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ടോക്കും കാര്യങ്ങളും ഇൻ്റർവ്യൂ എല്ലാം കിടപ്പുണ്ട്, എടുത്ത് നോക്കിയാൽ മതി. ഞാനിതിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങളത് നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വരദ, ഇവരുടെ എല്ലാം എക്കണോമിക്സിലെ മാർക്ക് നിങ്ങൾ എടുത്ത് നോക്കുക. അത് വളരെ ക്രെഡിബിളായിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം അനെറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ആങ്സൈറ്റിയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ കുറേ പേര് ഡിസപ്പോയിൻ്റ് ആവും അവിടെ. ആക്ച്വലി നിങ്ങൾക്കറിയാമല്ലോ, അതായത് 7% ഒഫീഷ്യലി ക്വാളിഫൈഡ് ആവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 93% എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട്
ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് പോലും ക്വാളിഫൈഡ് ആകാൻ പറ്റാതെ ഒരുപാട് പേര് എന്നെ വിഷമത്തോടെ വിളിച്ചിട്ട് പല സമയങ്ങളും പറയാറുണ്ട്, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്, എന്നെ കൊണ്ടത് പറ്റില്ല, അത്രത്തോളം എഫേർട്ട് ഞാൻ എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു, അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. അപ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊരു സെൽഫ് ഡൗട്ട് എന്നോട് എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുമ്പോൾ വിളിച്ചു പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോടെല്ലാവരോടും ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ മാർക്ക് ലിസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചില്ല, ഇവിടെ ഇരിക്കുന്ന അടുക്കി പൊക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ്. അതിൽ നമ്മുടെ JRF അച്ചീവേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF കിട്ടിയ ഒരുപാട് പേരുണ്ട്. എന്നാൽ JRF കിട്ടിയ ആൾക്കാരിൽ മജോറിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നാമത്തെ പ്രാവശ്യം നെറ്റ് ഡിസ്ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ്. അപ്പം ഞാനിത് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും റിസൾട്ട് വരുമ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നെറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് പ്രോസസ് വേഴ്സസ് റിസൾട്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ്. മിക്കവാറും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് നെറ്റ് പോലും കിട്ടാതെ വരുമ്പം നിങ്ങൾ അവിടെ മനസ്സിലാകാത്ത നിങ്ങളുടെ വലിയൊരു വാല്യൂ ഉണ്ട്, സബ്ജക്റ്റിൽ നിങ്ങൾക്കുണ്ടായ ഒരു ഇമ്പ്രൂവ്മെന്റ്, ഓക്കെ, നിങ്ങളെടുത്തൊരു എഫേർട്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ട്. റിസോഴ്സസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ കൈവശം ഉണ്ട്. നെക്സ്റ്റ് ടൈമിലേക്ക് ഒന്നുകൂടെ അതൊന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷപ്പ് ചെയ്ത് നല്ല രീതിയിലേക്ക് ഒന്ന് പോളിഷ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRFിലേക്ക് വരാം. നിങ്ങളും JRFും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്ഷമയാണ്, അതല്ലെങ്കിൽ മാറ്റർ ഓഫ് ടൈമാണ്, നേരം എന്ന് നമ്മൾ പറയില്ല ബേസിക്കലി. ഓക്കെ, അപ്പം ഒന്നാമത്തെ പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയാൽ പിന്നീട് വരുന്ന ടൈം JRFോടുകൂടി ക്വാളിഫൈഡ് ആകാൻ പറ്റുമോ? അല്ലെങ്കിൽ 1 or 2 പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയാൽ പിന്നീട് JRFോട് ക്വാളിഫൈഡ് ആകാൻ പറ്റുമോ? യെസ്, പറ്റും. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആകുമ്പോൾ ഡിസപ്പോയിന്റ് ആയിട്ട് ഇട്ടിട്ട് പോകാതെ, ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വന്നേക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യം പോലും അറിയാം, നമ്മൾ ലിമിറ്റഡ് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ പോലും മജോറിറ്റി JRF ഹോൾഡേഴ്സും ഒന്നാമത്തെ പ്രാവശ്യം നെറ്റ് പോലും കിട്ടാത്ത ആൾക്കാരാണ്. പക്ഷെ അവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത്, ഒരു എക്സാമിൽ തോക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഹ്യൂമിലിയേഷൻസ് വരാം, ഡിസപ്പോയിൻമെന്റ്സ് വരാം, സെൽഫ് ഡൗട്ട് വരാം. ഒരുപാട് പേര് ചോദിച്ചേക്കാം, ഒരുപാട് നാളായല്ലോ തുടങ്ങിയിട്ട്, ഇപ്പോഴും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായില്ലേ എന്ന രീതിയിലേക്ക് ചോദിച്ചേക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നോ, ഞാൻ എൻ്റെ പ്രോസസ്സിലാണ്, ഒരു പ്രാവശ്യം അത് റിസൾട്ടിലേക്ക് എത്താണ്ട് ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ആർക്കാണോ ഉള്ളത് അവർക്കാണ് ഈ പ്രോസസ് വേഴ്സസ് റിസൾട്ട് ജയിച്ചു വരാണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അനറ്റ് ഇതിനൊരു പൂർണ്ണമായിട്ടും എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് അത്യാവശ്യം അറിയാവുന്ന ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ കൂട്ടത്തിൽ വളരെ സ്ട്രോങ് എക്കണോമിക്സ് ഫണ്ടമെന്റൽസ് ഉള്ള ഒരാളായിരുന്നു അനറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഉറപ്പായിട്ടും നെറ്റ് ക്വാളിഫൈഡ് ആവേണ്ട ഒരു സ്റ്റുഡൻറ്റ്. അത് നമുക്കറിയാലോ, ഒരു ബാച്ച് ഒക്കെ റൺ ചെയ്ത് അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തി നമുക്കറിയാം ഇന്ന ആൾക്കാർ ക്വാളിഫൈഡ് ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ചില കുട്ടികൾ മേ ബി ഒരു അറ്റംപ്റ്റിലൂടെ ഒക്കെ പോകേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിക്ക് ഇമീഡിയറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബേസിക്കലി. ഓക്കെ, സോ അപ്പം എൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള അസംഷനിൽ എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈഡ് ആകേണ്ട ആളായിരുന്നു അനറ്റ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് പോലും കിട്ടിയില്ല. പിന്നീട് വരുന്ന അറ്റംപ്റ്റിലും സെയിം സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 1 or 2 പ്രാവശ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് നോളജ് ഉണ്ടായതിനു ശേഷവും വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഉണ്ടായതിനു ശേഷവും നെറ്റ് പോലും ക്വാളിഫൈഡ് ആകാൻ പറ്റിയില്ല. സെൽഫ് ഡൗട്ട് തോന്നിയേക്കാം, ഇതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണോ എന്ന രീതിക്ക് സെൽഫ് ഡൗട്ട് വന്നേക്കാം. ബട്ട് സ്റ്റിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ആ പ്രോസസ്സിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ഇവഞ്ച്വലി, അതാണ് ഇവഞ്ച്വലി, അങ്ങനെ തന്നെ ഞാൻ പറയും, ഇവഞ്ച്വലി റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേനും JRFോടുകൂടി ക്വാളിഫൈഡ് ആകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം ഒരുപാട് പഠിക്കുന്നു, എഫേർട്ട് എടുക്കുന്നു, ഡിസ്ക്വാളിഫൈഡ് ആവുന്നു, ഇട്ടിട്ട് പോയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. ആ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ. 206 എന്ന മാർക്ക് UGC പറയുമ്പോൾ 214 മാർക്കോടുകൂടി, ഓക്കെ, 71% 68 UGC കട്ട് ഓഫ് വരുമ്പോൾ ക്വാളിഫൈഡ് ആകാൻ പറ്റുന്നു. അതും ഇന്ത്യയിൽ വെറും 66 പേര് മാത്രം അൺറിസർവ്ഡ് കാറ്റഗറിയിൽ എന്താവുമ്പോൾ ക്വാളിഫൈഡ് ആവുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അനറ്റ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എക്കണോമിക്സിൽ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടപ്പാക്കാതെ പല കോഴ്സുകൾക്കും ജോയിൻ ചെയ്ത് ഡിസപ്പോയിൻ്റ് ആയതിനു ശേഷം ഈ മിഷനിൽ നിന്ന് പിന്മാറി ഒരുപാട് പേരുണ്ട്. അവരോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തോറ്റു പോകാതെ ആരും ഈ ലോകത്ത് ഒരിക്കലും ജയിച്ചിട്ടില്ല. ഓക്കെ, തോറ്റു പോകുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി, ആ ഒരു റിയലൈസേഷൻ, എന്നാൽ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ്, ഈ ഒരു കാര്യം മാത്രം മതി. പിന്നെ കൺസിസ്റ്റൻസി, എത്ര നാൾ മുന്നോട്ട് പോകണമെന്നുള്ള നമുക്കാർക്കും സംടൈംസ് അറിയില്ല. അത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ദിസ് ഈസ് പ്രോസസ് വേഴ്സസ് റിസൾട്ട് ആണ്. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. അത് റിസൾട്ട് നിങ്ങളിലേക്ക് എന്താണ് വന്ന്
ചേരേണ്ടതാണ്. അപ്പോൾ എക്കണോമിക്സിൽ JRFോടുകൂടി അനറ്റിന് ക്വാളിഫൈഡ് ആകാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം കടന്നുപോയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഈസി ആയിരുന്നില്ല. വളരെ നന്നായിട്ട് എഫോർട്ട് എടുക്കുന്നു, ഒരുപാട് പഠിക്കുന്നു, പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, എല്ലായിടത്തും ക്ലാസ്സിലെ ടെസ്റ്റുകളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഞാൻ പറയുന്ന വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഫസ്റ്റ് ടൈം ഒന്ന് റിസൾട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ JRF ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ആദ്യത്തെ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് പോലും കിട്ടുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് ബൗൺസ് ബാക്ക് ചെയ്ത് എന്ത് വരുന്നത്, JRF ക്വാളിഫൈഡ് ആകുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പം ഡിസപ്പോയിൻ്റ് ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സബ്ജക്ട് നോളജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, നിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ചാടി കളിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പോകുന്നു, അന്ന് വേറൊരു കോഴ്സ് അടുത്ത ദിവസം ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് തന്നെ എവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കത്തില്ല. ഉറച്ചു നിൽക്കുക, നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ് അതിൽ. ഓക്കെ, സോ അപ്പം അനറ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അനറ്റ് ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് കൺഗ്രാജുലേഷൻസ്. നമുക്കറിയാം ഒരു പ്രോസസ്സും ഒരു ജേണിയും എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇദ്ദേഹത്തേക്ക് ഒരു റോൾ മോഡലായിട്ട് എടുത്ത്, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് എന്ത് ചെയ്ത് തുടങ്ങുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക, അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് അല്ലെ. ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഗിവൺ സിറ്റുവേഷനിൽ പഠിക്കുക, ക്വാളിഫൈഡ് ആകുക, JRF ക്വാളിഫൈഡ് ആകുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു എൻറ്റിറ്റിയിൽ നിന്ന്, അത് IIT ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, PhD ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ നിങ്ങൾ എന്താണെന്ന് അറിയപ്പെടുന്നത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പ്രൊഫൈലാണ്. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് വരണം, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പേരിൽ കേട്ടോ. അപ്പം ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത്, ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് നാളെ ദിവസങ്ങൾ നിങ്ങളുടേതാകും എന്ന രീതിയിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനിയും ഇതേപോലെ ക്വാളിഫൈഡ് ആയിട്ട് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങൾക്ക് എടുത്ത് റോൾ മോഡൽസ് എടുക്കാവുന്ന. എല്ലാവരും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ ടൈം സിറ്റുവേഷൻ പോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും. സമയത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ബട്ട് സ്റ്റിൽ മാക്സിമം ആൾക്കാരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.